എൻ്റെ സഹോദരങ്ങളെ, ദീനിനെ പരിഹസിക്കുക എന്നത് ഇന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കുന്നു. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഇതാ നോമ്പിനെ കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച് കോമഡികൾ ഇറക്കുകയാണ്. അവൻ അഭിനയിക്കുകയാണ്. ആർക്ക് വേണം നിന്റെ അഭിനയം? ആർക്ക് വേണം നിന്റെ ഈ വൃത്തികെട്ട തമാശ? ആർക്കാണ് ഇത് ചിരി വരുത്തുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളെ പരിഹസിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നീ കാഫറായി മരിച്ചു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. ഖുർആനിലെ ആയത്തുകളാണ് നീ കളിയാക്കുന്നത്. നോമ്പിനെയാണ് നീ കളിയാക്കുന്നത്. നിസ്കാരത്തെയാണ് നീ കളിയാക്കുന്നത്. അവൻ അഭിനയിക്കുകയാണ്. ആർക്ക് വേണം അവന്റെ അഭിനയം? ആർക്ക് വേണം അവന്റെ ഈ പ്രശസ്തി? ഇത് പരലോകത്ത് ചെന്നെത്തിയാൽ നിനക്ക് എന്തായി തീരുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? നീ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത്? നിന്റെ തമാശക്കുള്ളതാണോ ഖുർആൻ? നിന്റെ കോമഡി പറയാനുള്ളതാണോ ഹദീസുകൾ? നിനക്ക് ആളുകളെ കളിയാക്കാനും ചിരിപ്പിക്കാനും ഉള്ളതാണോ ദീൻ എന്ന് പറഞ്ഞാൽ? ആളുകളിൽ ചിലരിതാ ദീനിനെ കൊണ്ട് കളിയാക്കുകയാണ്, ഖുർആനിനെ കൊണ്ട്, ഹദീസിനെ കൊണ്ട്. അവന്റെ തമാശ അത് കണ്ട് ചിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കുറ്റത്തിൽ പങ്കാളികളാണ്. ദീന് പരിഹസിക്കാനുള്ളതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് കളിയാക്കാനല്ല, ജീവിതത്തിൽ പാലിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതല്ല, ഇതാ താങ്കൾക്ക് നാം സഖീലായ, ഭാരമുള്ള, ഗൗരവപ്പെട്ട സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. ഇത് കളിയാക്കാനുള്ളതല്ല, ഇത് പരിഹസിക്കാനുള്ളതല്ല, തമാശ പറയാനുള്ളതല്ല. ചില ആളുകൾ ചിലപ്പോൾ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ, അതിന് മലയാളത്തിലെ ഏതെങ്കിലും ഒരു വാക്കുമായി ബന്ധമുണ്ട് എങ്കിൽ അത് വെച്ച് പരിഹസിക്കും, അത് വെച്ച് തമാശ പറയും. ഖുർആനിലെ ആയത്ത് തമാശ പറയാനുള്ളതല്ല.